ഗൈസ് ഇപ്പോൾ സമയം സമയം 6:16. 6 മണി ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് വീട്ടിലെത്തിയത് കുരിശുമല പോയിട്ട്. അപ്പോൾ വന്നു, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തു, വീണ്ടും കയറി കിടക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് ഫ്രഷായിട്ട് കുരിശുമലയിലെ വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇന്നലെ രാത്രി 8 മണി സമയത്ത്, ഇല്ല 8-8:15 ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് കുരിശുമലയിലോട്ട് പോയായിരുന്നു. കുരിശുമലയിൽ പോയിട്ട് അവിടെ നിന്ന് 10:30 ആയപ്പോഴും നമ്മൾ മല കയറി തുടങ്ങി. ഒന്നാമത്തെ കുരിശിൻ്റെ അവിടെ നിന്ന്, അതായത് സംഗമവേദിയുടെ അവിടെ നിന്ന് നമ്മൾ മല കയറി തുടങ്ങി. മല കയറി തുടങ്ങിയിട്ട് നമ്മൾ 3 ഗ്യാങ് ആയിട്ടാണ് പോയത്. ഞാനും ആൽഫിയും ബിജിനുമായിട്ട് ആദ്യം ഫ്രണ്ടിൽ നിന്ന് പോയി. ബാക്കിൽ നിന്ന് കിരണണ്ണും ശ്രീകുട്ടിയും അതുപോലെ തന്നെ അവരുടെ ഒരു ടീം ഉണ്ടായിരുന്നു. സോ അവരൊക്കെ ഒരുമിച്ച് വന്നു. അവസാനം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആൽഫി നമ്മുടെ ഫ്രണ്ടിൽ പോയി. നമ്മൾ തളർന്നിരുന്നു കുറച്ച് നേരമൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൽഫി ഒറ്റയ്ക്ക് പോയി. അതിൻ്റെ ബാക്കിൽ നിന്ന് ഞാനും ബിജിനും, അതിൻ്റെയും ബാക്കിൽ നിന്ന് കിരണണ്ണും ടീമും. അപ്പോൾ അങ്ങനെ ഏറ്റവും മുകളിൽ പോയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി പകുതി എത്തിയപ്പോഴത്തേക്കും കിരണൻ്റെയൊക്കെ നമ്മൾ വഴിയിൽ വെച്ച് കണ്ട് അവർ കയറി പോകുന്നത്. അതിനുശേഷം താഴെ വന്നപ്പോഴത്തേക്കും നമുക്ക് 1 മണിക്കൂർ മുന്നേ ആൽഫി താഴെ എത്തി. നമ്മൾ വന്നതിന് 1 മണിക്കൂറിന് ശേഷമാണ് കിരണൻ്റെയൊക്കെ തിരിച്ചെത്തിയത്. സോ അതിൻ്റെ വീഡിയോ ഞാനൊന്ന് ചെറുതായിട്ട് കാണിക്കാം. എന്താണ് കുരിശുമല എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്കിൽ, അറിഞ്ഞുകൂടാത്ത പലർക്കും വേണ്ടിയിട്ടാണ്. കുരിശുമല എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ നമ്മുടെ വെള്ളറട സൈഡിലാണുള്ളത്. കേരള തമിഴ്നാട് ബോർഡറിലാണ്. അവിടെ 2 മലയുണ്ട്, കുരിശുമല, അതുപോലെ തന്നെ കുരിശുമല മുകളിൽ കയറുമ്പോഴത്തേക്കും തന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോവുകയാണെങ്കിൽ കാളിമലയുണ്ട്. സോ നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റൊക്കെ എത്രയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണിക്കാം. അതായത് കുരിശുമലയുടെ പഴയ പേരെന്ന് പറയുന്നത് കൊണ്ടകെട്ടിമല. കൊണ്ടകെട്ടിമല എന്നാണ് കുരിശുമല എന്ന പേര് വരുന്നതിന് മുന്നേ, അതായത് 1940s ആ ഒരു ടൈമിലൊക്കെ കൊണ്ടകെട്ടിമല എന്നാണ് ഇതിന് പറഞ്ഞിരുന്നത്. ഇവിടെ ഒരുപാട് ഫാമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ പിന്നീടാണ് ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ്, അദ്ദേഹമാണ് അവിടെ ഒരു കുരിശുമായിട്ട് പോകുന്നതും ആ മല കയറുന്നതും. 1957 മാർച്ച് 27-നാണ് അദ്ദേഹം ആ മല കയറിയിട്ട് അവിടെ ഒരു കുരിശ് വയ്ക്കുന്നത്. സോ അതിനുശേഷമാണ് കുരിശുമല എന്ന പേര് അതിന് വരുന്നതും. അതിനുശേഷം ഓരോ വർഷം തോറും അവിടെ ആൾക്കാർ അവിടെ പോകുന്നതും അങ്ങനെയൊക്കെ കുറേ കഥയൊക്കെ എൻ്റെ പിന്നിലുണ്ട്. ഞാനും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരിക്കൽ കാളിമലയിൽ പോയ ടൈമിൽ അവിടുത്തെ ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇത് കാളിമലയുടെ ആ ഒരു ഇതൊക്കെ ആയിരുന്നു, ആ പ്രോപ്പർട്ടിയൊക്കെ. പിന്നീടാണിത് ഈ ഈ ഫാദർ അവിടെ പോയിട്ട് ഈ കുരിശ് വെച്ചതിന് ശേഷമാണിത് കുരിശുമലയിൽ ആ ഒരു അവരുടെ പ്രോപ്പർട്ടി ആയിട്ട് ഇത് മാറിയത്. ഇതിപ്പോഴും പ്രോപ്പറായിട്ട് ഇതിപ്പോഴും ഇവരുടെ പ്രോപ്പർട്ടി അല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുള്ള ആരെങ്കിലും ഈ വീഡിയോ ഇവിടെയുള്ള ഈ സൈഡിലുള്ള ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് കുരിശുമല. സോ അവിടെ കയറി മുകളിൽ ചെന്നാൽ നമ്മൾ ചെയ്ത പാവങ്ങളൊക്കെ മാറും, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എല്ലാ തവണയും പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസമൊക്കെ ഉണ്ടാവും. വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ. പിന്നെ അത് കഴിഞ്ഞാൽ ദുഃഖവെള്ളിയുടെ അന്നും ഉണ്ടാവും. അങ്ങനെയാണ് ഒരു 5 ദിവസം ടോട്ടലി. അങ്ങനെയാണ് കുരിശുമലയുടെ ആ ഒരു ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ വന്നിട്ട് ഒരു 10 ദിവസം ആക്കിയിരിക്കുകയാണ്. ഒരു 8 ദിവസം ആദ്യം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പെസക വ്യാഴത്തിനും അതുപോലെ തന്നെ ദുഃഖവെള്ളിക്കുമുണ്ട്. സോ അങ്ങനെ ടോട്ടലി 10 ദിവസം ഇത്തവണ ഉണ്ട്. ഈ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷം തൊട്ടൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ പോയതിൻ്റെ വീഡിയോ ആണ് നിങ്ങളൊന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. കണ്ടു നോക്കുക. സോ കണ്ടിട്ട് വരിക. പിന്നെ ഇത്തവണത്തേത് 67-ാമത്തെ വർഷമായിരുന്നു ഇത്തവണത്തെ കുരിശുമല തീർത്ഥാടനം. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലാസ്റ്റ് ദിവസം പോകുന്നത്. കുരിശുമല ലാസ്റ്റ് ദിവസം പോകുന്ന ഫസ്റ്റ് ടൈമാണ്. സോ ഇന്നലെ നൈറ്റ് പോയി. നല്ല തിരക്കായിരുന്നു. ഓൾമോസ്റ്റ് 10:30 കയറി തുടങ്ങി നമ്മൾ തിരിച്ച് താഴെ എത്തിയപ്പം 3 മണിയായി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവസ്ഥ എന്നത്. സോ നല്ല തിരക്കുണ്ടായിരുന്നു. ഇറങ്ങി വരാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പലയിടത്തും റോപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ കയറുമ്പോഴത്തേക്കും ഫോണൊന്നും യൂസ് ചെയ്ത് പോകുന്നതിനേക്കാളും നമ്മളെവിടെയെങ്കിലൊക്കെ പിടിച്ചിരിക്കും കയറുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല പ്രോപ്പറായിട്ട്. സോ പറ്റുന്നൊക്കെ കുറച്ച് 15 കുരിശെന്തോ ഉണ്ട്. അപ്പോൾ ഓരോ ചില കുരിശിൻ്റെയൊക്കെ അവിടെ പോകുമ്പോഴത്തേക്കും വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ പറ്റുന്നിടത്തൊക്കെ വീഡിയോ അല്ലാതൊക്കെ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആ ഒരു തീർത്ഥാടന യാത്രയിൽ നമുക്ക് തീർച്ചയായിട്ടും ഫുള്ളായിട്ട് വ്ളോഗ് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാവരും നടന്ന് തളർന്ന് പോകും. നല്ലപോലെ വേർത്തായിരുന്നു. സോ അതൊക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കാണുക. എല്ലാം കൂടെ ഇന്ന് കിട്ടിയിടുന്നല്ലേ വന്നിരിക്കുന്നത്. കിടന്നാ എന്ത് അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ വരുമായിരുന്നു.
ആര് ഇത് ഇത് പറക്കൂ പറക്കൂ ഇത് പറക്കൂ. മുകളിൽ ചെന്നിട്ട് ഈശ്വരാ. ഗായ്സ്, ഇവിടെ വന്നപ്പോ ക്രിസ്തീയ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയപ്പോ കത്തിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഇതാണ് ആ ക്രിസ്തീയ ഗാനമേള. ആ സ്ക്രീന് ഗായ്സ്, ആൽഫി പാട്ട് പുസ്തകമൊക്കെ ആയിട്ട് കുരിശുമല ഇറങ്ങിയിരിക്കുകയാണ്. ഓരോ കുരിശിലെത്തുമ്പോഴും ഓരോ പാട്ട് പാടണമെന്നാണ് അവരുടെ പള്ളിയിൽ നിന്ന് പറഞ്ഞിരിക്കണേ. ഗൈസ്, ഇതാണ് ഒന്നാമത്തെ കുരിശ്. നമുക്ക് പോവേണ്ട അവിടെയാണ്. പത്ത് 37 നമ്മൾ ഒന്നാമത്തെ കുരിശ് കടന്നിരിക്കുകയാണ്. ഇനി നമ്മൾ മുകളിലെത്തുമ്പോൾ എത്ര ടൈം എടുക്കുമെന്നത് മുകളിലെത്തിയിട്ട് പറയാം. അടുത്ത കുരിശിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. പതിനഞ്ച് കുരിശാണ് ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ ഓരോ കുരിശിൻ്റെ അവിടെ പോകുമ്പോഴത്തേക്കും ആൽഫി ഇങ്ങനെ ഇത് വായിച്ചിട്ടാണ് പോകുന്നത്, കുരിശിൻ്റെ വഴി എന്ന് പറയും അതിനെ. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ നടന്ന് പോയായിരുന്നു. നല്ല തളരും, കാരണം നല്ല ദൂരമുണ്ട്. നമ്മൾ രാത്രിയാണ് കയറിയെങ്കിൽ പോലും നല്ല പോലെ വേർത്ത് കുളിച്ചൊരു വല്ലാത്ത അവസ്ഥയായി. ഇപ്പോൾ തന്നെ 11 മണിയായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഞാൻ അവിടെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ വാച്ചിലെ ടൈം നോക്കാറുണ്ടായിരുന്നു. സോ നല്ല തിരക്കായിരുന്നു. ലാസ്റ്റ് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. പ്രത്യേകിച്ച് കയറി പോകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് സ്ലിപ്പാവും. അവിടെ മണ്ണൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ലപോലെ സ്ലിപ്പാവും. അപ്പോൾ നോക്കി ഇറങ്ങണം. നമ്മുടെ മുന്നിൽ മൊത്തം ആൾക്കാരാണ്, നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ. അപ്പം ചെറുതായിട്ട് ഒരാൾ ജസ്റ്റ് ഒന്ന് തട്ടുകയാണെങ്കിൽ തന്നെ എല്ലാവരും കൂടെ അങ്ങ് താഴെ പോകും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. എല്ലാവരും നോക്കിയൊക്കെയാണ് ഇറങ്ങുന്നത്. ഇതിൻ്റെ ഇടയിൽ പിള്ളേരെയും കൊണ്ടുവരുന്നവരുണ്ട്, കൊച്ചു പിള്ളേരെ, 6 മാസം പ്രായമുള്ള കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നവരുണ്ട് കയ്യിൽ വെച്ചുകൊണ്ട്. അപ്പോൾ അവരൊക്കെ അത്രയ്ക്കും പാടുപെട്ടാണ് ഇറങ്ങി വരുന്നത്. ഇതിനിടയ്ക്ക് ഇന്നലെ അവിടെ വെച്ച് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ വീട്ടിനടുത്തുള്ളൊരു ഫ്രണ്ട്, അവൻ്റെ തലയിൽ കല്ല് വീണായിരുന്നു. അപ്പോൾ മുകളിൽ നിന്നൊക്കെ പോകുന്നവർ എവിടെയെങ്കിലും കയറി ചവിട്ടുമ്പോഴത്തേക്കും കല്ലുരുണ്ട് താഴെയുള്ളവരെ തലയിലൊക്കെ വീഴും. അങ്ങനത്തെ ഒരുപാട് കേസ് അവിടെ ഇന്നലെയും ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര റിസ്ക് തന്നെയാണ് പോകുന്നത്. അതിനനുസരിച്ച് എല്ലാവരും പതിയെ നോക്കിയൊക്കെ പോവും. റോപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വോളണ്ടിയേഴ്സ് നിൽക്കും, അവർ പിടിച്ച് കയറ്റും. അപ്പം അങ്ങനെ നമുക്ക് കയറി പോകാൻ പറ്റും. പലരും പകുതി വഴിയിലെത്തിയിട്ട് തിരിച്ചിറങ്ങുന്നവരുണ്ട് കയറാൻ പറ്റാതെ. അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്തവണ കയറാൻ പറ്റുമെന്ന്. കയറണോ വേണ്ട എന്നൊക്കെ വിചാരിച്ച് അങ്ങ് പോയി. അപ്പോൾ ഓക്കെ, കയറാം, കഷ്ടപ്പെട്ട് കയറാം എന്ന് വിചാരിച്ച് അങ്ങ് കയറി ലാസ്റ്റ് എത്തി. അവിടെ എത്തുമ്പോൾ നമുക്കൊരു ഫീലുണ്ട്, നമ്മൾ കണ്ടില്ലേ, അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്തൊരു സുഖമാണ്, എന്തോ നേടിയെടുത്തൊരു സുഖമാണ്. ഇപ്പോൾ 12:30 ആയപ്പോഴത്തേക്കാണ് നമ്മളിപ്പോൾ അവിടെ എത്തിയത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുകയായിരുന്നു, തിങ്ങി നെരുങ്ങി ഒരുപാട് ആൾക്കാർ നിൽക്കുകയായിരുന്നു. ഒരു സൈഡിൽ കൂടെ പോലീസുകാർ താഴോട്ട് ഇറങ്ങാനായിട്ട് പറയുന്നുണ്ട്. നമ്മൾ നല്ലപോലെ വേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. തലേന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥയായിരുന്നു കയറി വരുമ്പോഴത്തേക്കും. മുകളിലെത്തുമ്പോൾ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. എന്നാലും അവിടെ നിന്നിട്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. എല്ലായിടത്തും ലൈറ്റും വെളിച്ചമൊക്കെ കാണാം താഴോട്ട്. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ്.
മുകളിലെത്തിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു റിലാക്സേഷൻ ഉണ്ട്, ഒരു പീസ് ഓഫ് മൈൻഡ്. നമുക്ക് എന്ത് വേണോ ഒരു എന്തോ കിട്ടിയൊരു ഫീലാണ് അവിടെ പോകുമ്പോഴത്തേക്കും. പല വിഷമങ്ങളും മറന്ന് പുതിയൊരു തുടക്കം എന്ന രീതിയിൽ ഒരു നല്ലൊരു ഫീലാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. പലർക്കും അങ്ങനെ തന്നെയാണ്. സോ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കുമാണ് പാട്. ഇതുപോലെ നല്ലപോലെ സ്ലിപ്പാവും. നമ്മുടെ ചെരുപ്പൊക്കെ ആണെങ്കിൽ നല്ലപോലെ സ്ലിപ്പാവും. അപ്പോൾ നോക്കി ഇറങ്ങണം. ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ കാല് തട്ടിയിട്ട് കല്ല് ഉരുണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആരുടെയും ദേഹത്ത് പോയി ഇടിക്കുകയാണെങ്കിൽ അവർ മുന്നോട്ട് പോയി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി പോകണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കുരിശുമല എന്ന് പറയുന്നത്. ഒരു മണിയായിട്ട് ഇവിടുത്തെ തിരക്ക്. ഗൈസ്, നമ്മളെ കൂടെ വന്ന ടീമാണ്. നീ കയറി എത്തോടെ? ഓ, മറ്റവനെ കാണാനില്ല, അവൻ താഴെ എത്തി എന്തോട്. ഓക്കെ, പോയിട്ടോ, നമ്മൾ താഴെ കാണാം. ഞാൻ 2 മണിക്കൂടെ എന്താണ് ബ്രോ? ഒന്നുമില്ല, ഫുള്ള് കയറിയിട്ടുണ്ട്. തെളിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫുള്ള് കയറിയിട്ടുണ്ട്. ഫുള്ള് കയറിയിട്ടുണ്ട്, തെളിവുണ്ട്. ഇത്രയേ ഉള്ളൂ കുരിശുമലയിലെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ 6 മണിക്കാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയിട്ട് പിന്നെ വന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഒരു സുഖമായിട്ട് കിടന്ന് ഒരു ഉറക്കം ഉറങ്ങി. പിന്നെ എണീറ്റത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്, 1:30 എന്താണ് എണീറ്റത്. അടുത്ത തവണ നിങ്ങളും പോകാൻ ശ്രമിക്കുക. കുരിശുമല ഒരു എക്സ്പീരിയൻസ് ആണ്. ആ മല കയറി മുകളിലെത്തുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലാണ്. സോ അടുത്ത തവണ പോവുക. പെസഹ വ്യാഴത്തിനും ദുഃഖവെള്ളിക്കും ഉണ്ട്, പറ്റുമെങ്കിൽ അതിന് പോവുക. അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.